ഇപ്പം ഈ കുറച്ച് മുമ്പേ പറഞ്ഞില്ലേ ഈ കുറേ ഗേൾസ് ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ ഇങ്ങനെ ഈ ക്യൂട്ട്നെസ് വാരി വിതറുന്ന ടൈപ്പ് കണ്ടന്റൊക്കെ കാണാറില്ലേ ഇൻസ്റ്റയിൽ? അപ്പം എന്താ തോന്നാറ്? ഓ മൈ ഗോഡ്. ഓക്കെ, കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റ തുറന്ന സമയത്ത് എനിക്ക് ആരാ ആൾക്കാരെന്ന് പറയാൻ പാടില്ല, ഞാൻ ആ സാധനം ആ വീഡിയോ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നെങ്കിലും എനിക്ക് റിയാക്ഷൻ ചെയ്യാനായിട്ട്. അതായത് ഒരു പെങ്കൊച്ചിട്ട എനിക്ക് ക്രിയേറ്ററിന്റെ പേരൊന്നും അറിയാൻ പാടില്ല. അതായത് ഹെൽമെറ്റ് ഇടണാണ്. ഹെൽമെറ്റ് ഇട്ടിട്ട് ഓക്കെ, ഇമാജിൻ ചെക്കൻ്റെ പേര് അക്കു എന്നാന്ന് വിചാരിക്കാം. അക്കു ഇതൊന്ന് എത്തി തരുമോ, എനിക്ക് എങ്ങനെ എത്തുന്നതെന്ന് അറിയില്ല അക്കു, ഒന്ന് എത്തി തരുമോ. ആൻഡ് ഓൾസോ നടക്കണതൊക്കെ അത് ഈ ക്യൂട്ട്നെസ് അങ്ങോട്ട്. എനിക്കറിയാം, ഞാൻ പറയട്ടെ, ഞാനും പേര് പറയുന്നില്ല. നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോവാ ചെരുപ്പ് വാങ്ങിക്കാൻ, അവിടെ വരുമ്പോ ഒന്നും വേണമെന്ന് പറയരുത്. അത് തന്നെ, ഞാൻ അക്കൗണ്ട് ഒന്ന് എടുത്തു നോക്കിയിട്ട് എൻ്റെ പൊന്നെ എനിക്കൊരു 5 മിനിറ്റത്തേക്ക് എനിക്ക് ഫിസിക്കലി ക്രിഞ്ച് വരും. ഇങ്ങനെ പോയ പോലെ തോന്നിയോ? അത് എന്താ സംഭവം എന്ന് വെച്ചാൽ അത് ഈ ബെയ്റ്റ് ഇട്ട് കൊടുക്കാന്ന് പറയും. അതായത് അവർക്കറിയാം സംഭവം ക്രിഞ്ചാന്നുള്ളത്. ദേ നോ ദാറ്റ് സംഭവം ഭയങ്കര ക്രിഞ്ചാണെന്ന് അവർക്കറിയാം. ആ പെൺകൊച്ചിന് മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് സംസാരിക്കാൻ അറിയാൻ പാടിട്ടല്ല. ഈ കൊച്ചിനെങ്ങാണ്ട് 2-3 പേരെന്തോ ട്രോളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആസിഫ് അടക്കം ഏതൊരു ക്രിയേറ്ററിന്ന് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഷീ പുട്ടപ്പ റിയാക്ഷൻ വീഡിയോ, നിങ്ങൾ എന്താണ് ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അപ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാം കേട്ടോ. ഓ, അതിൽ മര്യാദയ്ക്ക് സംസാരിച്ചിട്ടുണ്ട്. അതായത് പുള്ളിക്കാരത്തി ഷീ റെസ്പോണ്ടഡ് അഗെയിൻസ്റ്റ് ദാറ്റ് വീഡിയോ, റിയാക്ട് ചെയ്തതിന്റെ വീഡിയോക്ക് റെസ്പോണ്ട് ചെയ്തു. അങ്ങനെ റെസ്പോണ്ട് ചെയ്ത സമയത്ത് ഷീ ഈസ് ടോക്കിംഗ് പ്രോപ്പർലി, വലിയ കുഴപ്പമില്ലാണ്ട് സമാധാനം സംസാരിക്കുന്നുണ്ട്. അല്ലാത്ത വീഡിയോ ഇടുമ്പോൾ ഇതൊന്നും എത്തോ മറ്റേ ഇതില് സ്കൂട്ടറിന്റെ ബാക്കിൽ ഇരിക്കണത് പ്രോപ്പറായിട്ട് ഇരിക്കാൻ അറിയാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ ഐ മീൻ തിങ്സ് അവർക്ക് അറിയാം ഈ സംഭവം ബെയ്റ്റ് ആണെന്ന് അവർക്ക് അറിയാം.